ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്ന കനവ് കഥ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പിന്നിലെ 4 ചെറുപ്പക്കാരാണ് ചേരുന്നത്. നമസ്കാരം. കനവ് കഥ ടീം ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പേര്, എത്ര നാളായി കമ്പനിയിൽ ജോയിൻ ആയിട്ട്, എന്തായിരുന്നു പരിപാടി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എൻ്റെ പേര് സഫ്വാൻ ആണ്. ഞാൻ പാലക്കാടാണ് വീട്. ഞാൻ ഫാഷൻ ടെക്നോളജിയാണ് പഠിച്ചത്. BSc ഫാഷൻ ടെക്നോളജി പഠിച്ചത്. പിന്നെ ഞാൻ പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. പെയിൻറ്റിങ് ആണ് ചെയ്തിരുന്നത്. പിന്നെ വന്നപ്പോൾ എയിലോട്ട് കുറിച്ച് പഠിക്കാനും ക്രിയേറ്റീവായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തു. സോ ഞാൻ അതിൽ ഹാപ്പിയാണ്, ലൈക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായപ്പോൾ സോ എയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെയാണ് അഖിലിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 year ആയിപ്പോൾ. രുദ്ര എന്നാണ് പേര്. ഞാൻ കനവതർ ഇപ്പോൾ കോണ്ടന്റ് പാർട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പ്രൊഫഷണൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അഡ്വർടൈസിങ് ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ പഠിച്ച BCom ആണ്. അപ്പോൾ അതായിട്ട് ഒരു ബന്ധം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡാണ് അങ്ങനെ ഡിഗ്രി ചെയ്യാൻ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ ഒരു പുഷിന് വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തത്. അതിനുശേഷം പിന്നെ കംപ്ലീറ്റ്ലി അഡ്വർടൈസിങ് ഫീൽഡിലേക്ക് ഇറങ്ങി. അപ്പം വളരെ യാദൃശ്ചികമായിട്ടാണ് നമ്മൾ കനവതയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജ് ജസ്റ്റ് കണ്ട രീതിയിലാണ്. കാരണം കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു പാഷൻ ഉണ്ടായതുകൊണ്ട് ട്രൈ ചെയ്തു. ഓക്കെ, നമുക്കൊരു കൊളാബ് ചെയ്യാൻ ഒരു 2-3 വീഡിയോസ് ചെയ്യാം എന്ന രീതിയിൽ മാത്രം നിന്നതാണ്. അതിനുശേഷം ഓക്കെ, ഇത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന രീതി വെച്ച് പിന്നെ ഞങ്ങൾ ടീമായിട്ട് തന്നെ മുമ്പോട്ട് പോകാറ്. പേര് അഖിൽ വിനായക്, കനവതയുടെ ഫൗണ്ടറാണ്, ആർട്ടിസ്റ്റും കൂടെയാണ്. സോ 2023 ഞാനൊരു കനവതയുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുന്നത്. അതിന് മുമ്പ് ഇതിനൊരു ഓൾമോസ്റ്റ് ഒരു 2 years ആയിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് എയുടെ പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ മൂവി പ്രൊഡക്ഷൻ കമ്പനി വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ സ്റ്റോറി പറയാൻ വേണ്ടി കൂടെ വരും. ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഞാൻ തോട്ട് എടുത്തത്, ആ ഒരു പ്രോസസ്സ് ചെയ്തത്. എന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ തുടങ്ങിയതിന് ശേഷം മൂവി അഡ്വർടൈസ്മെന്റും ഈ പറഞ്ഞ മൂവിയുടെ വർക്കും കിട്ടി, ഫോളോ അപ്പ് ചെയ്ത് പോയി. പിന്നെ ഈ പറഞ്ഞ സഫാൻ, താരാസുരത്തിൽ എല്ലാവരും, ശ്രീതായാലും ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ പോകുന്നു. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാൻ 2D ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ ഗ്രാഫിക് ഡിസൈനറാണ്. അങ്ങനെ ഇപ്പം ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് എൻ്റെ കരിയർ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പം അഖിലുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം അവന് കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അങ്ങനെ പുള്ളിക്കാരനായിട്ട് ഇപ്പോൾ അതെ. കനവകഥയിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ സുരഭി കോഴിക്കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു വിഷ്വൽസ്, അതിനൊരു സൈക്കോ സ്വഭാവമൊക്കെ കൊടുത്ത് നിങ്ങൾ ചെയ്തതാണ്. അങ്ങനെയുള്ള തോട്ട്സ് എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ് ഇങ്ങനെ ഒരു പിക്ക് ചെയ്താൽ ഇത് ആളുകൾ കാണും? കാരണം അത് എനിക്ക് തോന്നുന്നു കുമാരിയുടെ സമയത്തുള്ള ഒരു ഇന്റർവ്യൂ ആണ്, ഏകദേശം 1.5 വർഷം മുമ്പാണ്. അതിനിങ്ങനെ ഒരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ചെറുപ്പകാലം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാം, അതെവിടുന്നാണ് ആ തോട്ട് വരുന്നത്? അത് ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ പേഴ്സണലി കാണുന്നത് യൂട്യൂബിൽ റീസെൻ്റ്ലി ആയിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഇത് പുള്ളിക്കാരുടെ ഒരു കൊച്ചിലത്തെ കാലം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആക്ടേഴ്സിന്റെ ഒരു കുട്ടിക്കാലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സുരഭി ചേച്ചി അതിൻ്റെ അകത്ത് ഇല്ല. അപ്പൊ സുരഭി ചേച്ചിയുടെ ഒരു സാധനം ചെയ്യണമെന്ന് അന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലോട്ട് വർക്ക്ഔട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാനാണ് ആ ഒരു സൈക്കോ രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്തത്. അപ്പൊ അത് പുള്ളിക്കാരെ അങ്ങനെ വേറൊരു രീതിയിലും കാണാനല്ല, ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നറിയാനാണ്. പക്ഷെ അത് അങ്ങ് കയറി പോയായിരുന്നു, മുകളിൽ കയറി പോയി. ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഈ കല്യാണരാമനിലെ ചോറിടട്ടെ ഇന്നസെന്റ് ഐക്കോണിക് ആയിട്ടുള്ള സീൻ. അപ്പൊ ആ സീനില് താനോസും ഹൾക്കുമാണ് അവിടെ പ്രസന്റ് ആവുന്നത്. ഈ താനോസിനെയും ഹൾക്കിനെയും തന്നെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്നുള്ളതാണ് ഒന്ന്. 2, ഇപ്പൊ അങ്ങനെ ഒരു സീൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ അവരുടെ ഫേസ് എക്സ്പ്രഷൻസും നമ്മുടെ മലയാളം ഡയലോഗും തമ്മിൽ ഒരു സിങ്കും കൂടി വരണല്ലോ, അതിനെങ്ങനെയാണ് നിങ്ങൾ മാച്ച് ചെയ്യുന്നത്? ഇത് നമ്മുടെ ടീമിൽ ഒരു മെമ്പറും കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. പുള്ളിക്കാരന്റെ ഐഡിയയില് ഈ ഒരു സാധനം വന്നു. അപ്പൊ എന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാം, നോക്കാം, എങ്ങനെ ഔട്ട് വരുന്നതെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്പ്രഷൻസും കാര്യങ്ങളും നമുക്ക് എയിൽ പോസിബിൾ ആണ്, ചെറിയ രീതിയിലൊക്കെ സാധനങ്ങൾ വരും. പക്ഷെ നമ്മൾ എക്സാക്ട്ലി ആ മൂവിയിൽ കിട്ടുന്ന സാധനം കിട്ടത്തില്ല. ഇതെല്ലാം ഹാൻഡ് ജസ്റ്റേഴ്സിൽ കൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൊടുത്ത് നോക്കാം, ബാക്കി വരുന്നത് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് റെസ്പോൺസ് എങ്ങനെ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തപ്പോൾ ഒരു ഔട്ട് കിട്ടിയതാണ് അത് അപ്പായത്. നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ചാണോ ഇതിന്റെ ഔട്ട് കാണുന്നത്, കണ്ടത്? ആക്ച്വലി ഫണ്ണി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേരും 4 സ്ഥലത്തുള്ളവരാ. ഞങ്ങളുടെ കംപ്ലീറ്റ് മീറ്റപ്പ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞങ്ങളിപ്പോ 1 year ആയിട്ട് ഞാൻ പുള്ളിനെ പേഴ്സണലി മീറ്റ് ചെയ്യാറുണ്ട്, സഫാനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് ഇന്നാണ്. ഇത്രയും നാളും വേൾഡ് വേൾഡിൽ തന്നെയായിരുന്നു നമ്മൾ ശരിക്കും മുന്നേ വർക്ക് ചെയ്തത്. അല്ല, അതെന്തായാലും അതിന് മൂവി വേൾഡ് കാരണമായതിൽ സന്തോഷം.
അത് പോലെ തന്നെ ചോദ്യം ടച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്വർഗ ലോകത്തേക്ക് ഒരു താക്കോൽ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ സ്വർഗത്ത് നിന്ന് വന്നിട്ട് ആ കുട്ടിക്ക് വായിലേക്ക് മധുരം വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ. അത് ആ കുട്ടി കാണുന്നു, ആ കുട്ടിയുടെ റിയാക്ഷൻ ഒരുപക്ഷെ എയുടെ ഏറ്റവും നന്മയുള്ള ഒരു സൈഡും കൂടിയായിരുന്നു ആ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക്. ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട കുട്ടിയും അച്ഛനും അങ്ങനെ ഒരു പിറന്നാൾ സമ്മാനവും അതിന്റെ പിന്നിലത്തെ കഥ എന്താണ്? അത് ആക്ച്വലി നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മൾ മുമ്പും ഇങ്ങനൊരു കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മരിച്ച ഒരു ഫാമിലിയിലെ ഒരു മകനാണ് നമ്മുടെ ആദ്യം സമീപിച്ചത്. അപ്പം അദ്ദേഹത്തിന് അമ്മയുടെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരന്റെ ഫാദറിനെ ഒന്ന് എന്താ പറയാ ഈ ഒരു രീതിയിലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റാർട്ടിങ് വന്നത്. അപ്പൊ നമുക്കത് കേട്ടപ്പോ ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഒരു കോൺസെപ്റ്റിൽ നമുക്കത് വീഡിയോ മാത്രം ചെയ്യണമെന്നുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഔട്ട് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. വീഡിയോ ചെയ്തു, എന്നിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഇട്ടോളാൻ പറഞ്ഞു, പെർമിഷൻ ചോദിച്ചു. സോ അപ്പോഴാണ് ഒരു വോക്കലും കൂടെ ചെയ്ത കോണ്ടന്റ് ക്രിയേഷനും കൂടെ ചെയ്തിട്ട് ഒരു വോക്കലും കൂടെ അപ്ലൈ ചെയ്ത് അങ്ങനെ ഇരിക്കും തോന്നിയത്. അങ്ങനെ ഇവിടുന്ന് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തു. ജസ്റ്റ് നമ്മൾ നോർമലി വോയിസ് ഓവർ ബേസ് ചെയ്തുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് കനകതയിൽ നമ്മൾ മെയിൻലി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്ന ആ വീഡിയോ. അപ്പം ഓക്കെ അച്ഛൻ്റെ ഒരു ഇമോഷൻ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട് വന്നപ്പോഴാണ് ഓക്കെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് ഒരുപാട് ഓഡിയൻസിന് കണക്ട് ആയി കിട്ടി, ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കിട്ടുമോ, അപ്പോൾ അവരുടെ ഫാദറിന്റെ ആയിക്കോട്ടെ, മദറിന്റെ ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സിന്റെ ആയിക്കോട്ടെ, ഒരുപാട് പേര് അങ്ങനെ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വെച്ച് റീസെന്റ് വന്നൊരു കാര്യം നമ്മൾക്ക് ഒരു ടൈം അലോട്ട് ചെയ്തപ്പോഴത്തേന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഈ കനകതയ്ക്ക് വോയിസ് കൊടുക്കുന്ന ബ്രോ ആണോ? അതെ അതെ. ബേസിക്കലി വോയിസ് ആർട്ടിസ്റ്റ് ആണോ അതോ ആക്ച്വലി ഒരു ഈ ട്രാൻസ്ലേറ്റഡ് വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോക്കറ്റ് മണിക്ക് വേണ്ടി. അപ്പം ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മള് ഓപ്പർച്യൂണിറ്റിക്ക് അങ്ങോട്ട് ഒരുപാട് പോവായിരുന്നു. അപ്പൊ പലയിടത്തും റിജക്ഷൻ ഒക്കെ കിട്ടാം. ഓക്കെ ബ്രൂ ചിലപ്പോൾ ശരിയാവില്ല, നമുക്ക് പിന്നെ നോക്കാം എന്നൊക്കെ രീതി വെച്ച്. അപ്പോൾ അങ്ങനെ ഒരുപാട് നടന്ന് അവസാനം ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല, ഇനി ഞാൻ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കനകതയിലും കൂടെ ടച്ച് ആയത്. കാരണം കനകതയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓൾമോസ്റ്റ് 8,000 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്തു. അപ്പൊ പുള്ളിയുടെ പേഴ്സണൽ വേറൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു വോയിസ് ആർട്ടിസ്റ്റിന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോൾ പുള്ളിയുടെ കുറെ വോക്സ് ഞാൻ കണ്ടു. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു എയിലൊരു വോക്കൽ എല്ലാവരും വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് 2023 അപ്പോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു വോക്കലും കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് എങ്ങനെ ഇരിക്കുന്നു നോക്കാന്ന് നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് ഒന്ന് ചെയ്തു. ഒരു കൂലിക്കാട്. അത് ആക്ച്വലി അതിന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു 4 മാസം മുമ്പ് ഒരു 800 സംതിങ് ഫോളോവേഴ്സ് ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു 23 ഒരു സെപ്റ്റംബർ മുതൽ ഒരുപാട് ആർട്ടിസ്റ്റ് ആ സമയത്തൊക്കെ ഇമേജ് ഇങ്ങനെ ട്രെൻഡിങ് ആയി വരുന്ന സമയം. അപ്പൊ ഞാൻ എല്ലായിടത്തും പോയി ഇൻസ്റ്റയിൽ മെസ്സേജ് അപ്പം മെസ്സേജ് ചെയ്യും, ബ്രോ അതിന്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ചെറുതായിട്ട് വോയിസ് വർക്ക് ചെയ്യും, കൊളാബറേറ്റ് ചെയ്താലോ. ഓക്കെ താല്പര്യമില്ല, ഓക്കെ ശരി. അങ്ങനെ കുറെ പേർക്ക് പോയി റിജക്ഷൻ കിട്ടി നമുക്ക് മടുക്കുമല്ലോ. അങ്ങനെ ഞാൻ ആദ്യം ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വെച്ചു വേണ്ട നാണം കണ്ട. അപ്പൊ ഈ സെയിം വീഡിയോ തന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മുമ്പിൽ വന്നു. അപ്പൊ ഞാൻ വെച്ചു എന്തായാലും കുറെ പേര് കിട്ടിയല്ലോ റിജക്ഷൻ, ഇവിടുന്ന് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഒരു ശിവപാർവതി കൺസെപ്റ്റ് വെച്ചൊരു സംഭവം, ബ്രോ ഇതെന്റെ ഒരു കുഞ്ഞു വർക്കാണ്, കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. സമയത്ത് വോക്കൽ നോക്കിക്കൊണ്ടെടുക്കാം. കാരണം എന്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷുവറാണ് ഹിറ്റ് ആവും. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോൾ പുള്ളിക്കാരന്റെ വോയിസ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആപ്റ്റാണെന്ന് തോന്നി. പിന്നെ നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്തു, പുള്ളിക്കാരൻ തന്നെയാണ് ചെയ്തത്. ഒരു കൂലിക്കാട് എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റിന്റെ സിദ്ധാർത്ഥ് ചെയ്തിട്ട് വോയിസ് ഇവിടെ നിന്ന് ചെയ്തു. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു വ്യൂസും കാര്യങ്ങളും കിട്ടിയായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് തുടങ്ങിയതാ.